ഇന്നത്തെ കറിക്ക് വേണ്ടി ഒരു 1/4 കിലോ ചേനയാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കണുള്ളൂ. ഇനി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ചേനയൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചേന നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ആ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. ഇനി അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരവും പെരിഞ്ചീരകം തക്കാളി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് വയ്ക്കുകയാണ്. ഇനി അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് വറക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ആ അരപ്പും കൂടി ചേർക്കാം. ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലിട്ട് കഴുകി അതും കൂടി ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പുളിവെള്ളം കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 1.5 സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടി ചേർക്കുകയാണ്. ചേന ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചേനയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ചേന കൊണ്ടുള്ള ഒരു കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.